ഹലോ ലേഡീസ്, ഗുഡ് മോർണിംഗ്. ഞാൻ കേണൽ പത്മനാഭനാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു വളരെ വിശേഷപ്പെട്ട ഒരു സബ്ജക്റ്റിനെ പറ്റി പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനു മുമ്പേ നിങ്ങളെല്ലാവരും എൻ്റെ ഒരു വീഡിയോ യൂട്യൂബ് ചാനൽ കണ്ടു കാണാം, അതായത് വിമൻ എംപവർമെൻറ്റ് ഇൻ ദി ആംഡ് ഫോഴ്സസ്. ആ വീഡിയോയിൽ ഞാൻ ഇന്ത്യൻ വനിതകൾ 1888 മുതൽ 2020 വരെ ഇന്ത്യൻ ആംഡ് ഫോഴ്സസിൽ വ്യത്യസ്ത തസ്തികകളിൽ എങ്ങനെ സേവനം അനുഷ്ഠിച്ചു എന്നത് വളരെ വ്യക്തമായി വിശദീകരിച്ചിരിക്കുന്നു. ജനുവരി 2018 ബഹുമാനപ്പെട്ട ഡൽഹി ഹൈക്കോർട്ട് ഒരു ലാൻഡ്മാർക്ക് വിധി പ്രഖ്യാപിച്ചു. അതായത് സ്ത്രീകളെ അല്ലെങ്കിൽ വനിതകളെ ടെറിട്ടോറിയൽ ആർമിയിൽ കമ്മീഷൻ ഓഫീസേഴ്സ് ആകാൻ അനുവദിക്കണമെന്ന്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ആദ്യമായി ലഫ്റ്റനന്റ് ശില്പി ഗാർമുഖ് എന്ന ലേഡി ഓഫീസറാണ് ടെറിട്ടോറിയൽ ആർമിയിൽ കമ്മീഷൻ വാങ്ങിച്ചത്. ഈ ലേഡി ONGCയിൽ ഒരു കെമിക്കൽ ഓഫീസറായിട്ട് സർവീസ് ചെയ്യുന്നു. ടിഎയുടെ പ്രത്യേകത എന്താണ്? സ്ത്രീകൾക്ക് ഇന്ത്യൻ ആംഡ് ഫോഴ്സസിൽ, ആർമി, നേവി, എയർഫോഴ്സിൽ സാധാരണയായി 19 വയസ്സ് മുതൽ 25 വയസ്സ് വരെ കമ്മീഷൻഡ് ഓഫീസറായി ചേരാൻ പറ്റും. ചില പർട്ടിക്കുലർ കാറ്റഗറിയിൽ ലൈക്ക് ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, ലോ ഗ്രാജുവേറ്റ്സ് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ കയറണമെന്നുണ്ടെങ്കിൽ അത് 27 വയസ്സ് വരെ ആകാം. എന്നാൽ ഒരു പ്രത്യേക ഒരു റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാരേജ് കഴിക്കാൻ പാടില്ല എന്നാണ്. സപ്പോസ് ചിലപ്പോൾ സിറ്റുവേഷൻ്റെ നിർബന്ധം കാരണം നിങ്ങൾക്ക് 27 വയസ്സ് വരെ ആംഡ് ഫോഴ്സസിൽ ചേരാൻ സാധിച്ചില്ല. ദാറ്റ് വാസ് ദ ടൈം നിങ്ങൾ MNCയിലോ അല്ലെങ്കിൽ ഗവൺമെൻറ് ജോബിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിലോ അല്ലെങ്കിൽ ഈവൻ സെൽഫ് എംപ്ലോയ്മെൻറ്റിലോ നിങ്ങൾ ജോലി ചെയ്യുമായിരിക്കും. ദാറ്റ് വാസ് ദ ടൈം നിങ്ങൾ ചിലപ്പോൾ കല്യാണം കഴിച്ചെന്നും വരാം, കുട്ടികളുണ്ടായെന്നും വരാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ആർമി ഓഫീസർ ആകണം എന്നുള്ള സ്വപ്നം ഉണ്ടെങ്കിൽ അത് സാക്ഷാത്കരിക്കാൻ ഇത് ഒരു പുതിയ അവസരം വന്നിരിക്കുകയാണ്. അതായത് 42 വയസ്സ് വരെ നിങ്ങൾക്ക് ടെറിട്ടോറിയൽ ആർമിയിൽ കമ്മീഷൻഡ് ഓഫീസറാകാൻ ചെയ്യാൻ പറ്റും. ഈ സുവർണാവസരവും നിങ്ങൾ എല്ലാവരും ദയവായിട്ട് വിനിയോഗിക്കണം. ഇതിൻ്റെ യോഗ്യത 4 ഒന്ന് 18 വയസ്സ് മുതൽ 42 വയസ്സ് വരെ. രണ്ടാമത് ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ഒരു ഡിഗ്രി വേണം. മൂന്നാമത് യു ഷുഡ് ബി ഹാവിങ് ഗുഡ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത്. നാലാമത് യു ഷുഡ് ബി നിങ്ങൾ ഗെയിൻഫുള്ളി എംപ്ലോയിഡ് ആയിരിക്കണം. ഗെയിൻഫുള്ളി എംപ്ലോയിഡ് ആയിരിക്കുമ്പോൾ നിങ്ങൾ MNCയിൽ ഒരു മാനേജറോ അല്ലെങ്കിൽ ഒരു ടീച്ചറോ അല്ലെങ്കിൽ ഒരു ബാങ്കിൽ ജോലി ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ്റെ കീഴിൽ ഒരു ബ്യൂട്ടി പാർലർ ഒരു ജോലി ചെയ്യുന്നുണ്ടോ, നിങ്ങൾ തുടർച്ചയായി എല്ലാ മാസത്തിലും ശമ്പളം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു അഫിഡവിറ്റ് എഴുതി കൊടുത്താൽ മതി, നിങ്ങൾ യു ആർ ഗെയിൻഫുള്ളി എംപ്ലോയിഡ്, എന്നാൽ നിങ്ങൾ എലിജിബിൾ ആണ്. ഇത് വളരെ നല്ല ഒരു ഓഫറാണ്. ടിഎയുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് ടിഎ കോഴ്സ് ഫോർമുലേറ്റ് ചെയ്തത് 1920 ആണ് ബ്രിട്ടീഷേഴ്സ്, ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം. രണ്ടാമത് 1948 സ്വാതന്ത്ര്യത്തിന് ശേഷം ടിഎ ആക്ട് ഗവൺമെന്റ് കൊണ്ടുവന്നു. അതുകൂടാതെ അതിനുശേഷം 9 ഒക്ടോബർ 1949 നമ്മുടെ ആദ്യത്തെ ഫസ്റ്റ് ഗവർണർ ജനറൽ ശ്രീ C. രാജഗോപാലാചാര്യാണ് ടെറിട്ടോറിയൽ ആർമി ഇനാഗ്രേഷൻ ചെയ്തത്. ഇതിൻ്റെ പിന്നീട് മോട്ടോ, ദാറ്റ് ഈസ് വിജിലൻസ് ആൻഡ് വേലർ. ഇതിൻ്റെ ലക്ഷ്യം 4 ഫോൾഡാണ്. ഒന്നാമത്, സാഹചര്യം വരുമ്പോൾ റെഗുലർ ആർമിയെ അവരുടെ സ്റ്റാറ്റിക് ഡ്യൂട്ടീസിൽ നിന്ന് റിലീവ് ചെയ്യുക. അതായത് സപ്പോസ് മിലിറ്ററി സ്റ്റേഷനിലോ അല്ലെങ്കിൽ കാന്റോൺമെന്റിൽ നിന്ന് ആ റെഗുലർ ആർമി ഓപ്പറേഷണൽ കമ്മിറ്റ്മെന്റ് കാരണം ഫോർവേഡ് ഏരിയയിലേക്ക് പോകേണ്ടി വന്നാൽ അവിടെയുള്ള ലൈക്ക് എഞ്ചിനീയർ ഡം, FOL ഡം, ആമിനിഷൻ ഡം എന്ന വൈറ്റൽ ഇൻസ്റ്റലേഷനെ ഗാർഡ് ചെയ്യുക എന്നാണ് ആദ്യത്തെ ഡ്യൂട്ടി. രണ്ടാമത്, പ്രകൃതി ദുരന്തം വരികയാണെങ്കിൽ, നാച്ചുറൽ കലാമിറ്റീസ് വരികയാണെങ്കിൽ സിവിൽ അഡ്മിനിസ്ട്രേഷനെ സഹായിക്കുക. നിങ്ങൾക്കെല്ലാവർക്കും അറിയായിരിക്കും, ലാത്തൂർ മഹാരാഷ്ട്ര സ്റ്റേറ്റിൽ എർത്ത് വന്നു, ഉത്തർകാശി ഉത്തരാഖണ്ഡിൽ എർത്ത് വന്നു, പിന്നെ ഒറീസയിൽ വേബാക്ക് സൈക്ലോൺ വന്നു. ഈ സമയത്തൊക്കെ ടെറിട്ടോറിയൽ ആർമി വളരെ എഫക്റ്റീവായി ജോലി ചെയ്തു. അതുകൊണ്ട് ഇതിനെ സിറ്റിസൺ ആർമി എന്നും വിളിക്കാറുണ്ട്. ഇതിനെ നിക്നെയിമായിട്ട് ടെരിയേഴ്സ് എന്നും പറയും. ടെരിയേഴ്സ് TERRIERS ടെരിയേഴ്സ്. മൂന്നാമത്, എമർജൻസി അത്യാഹിത സമയത്ത് സഹായിക്കുക. അത്യാഹിത സമയത്ത് എമർജൻസി എസെൻഷ്യൽ സർവീസ് എന്താണ്? വെള്ളം,
electricity, telecommunication, then hospital medical services, then train services. ഇതൊക്കെ ടെറിട്ടോറിയൽ ആർമിയുടെ ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോർസ് എന്ന് പറഞ്ഞത് ഏറ്റെടുക്കുന്നതാണ്. അപ്പോൾ പബ്ലിക്കിന് യാതൊരു ദുരന്തവും അല്ലെങ്കിൽ ഒരു അൺകംഫർട്ടോ ഉണ്ടാവത്തില്ല. ലാസ്റ്റ് യുദ്ധത്തിൻ്റെ സമയത്ത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഗുലർ ആർമീൻ്റെ കൂടെ ജോയിൻ ചെയ്യണം. 1962, 1965, 1971, then ഓപ്പറേഷൻ രക്ഷക്, ദാറ്റ് ഈസ് പഞ്ചാബ്, ഓപ്പറേഷൻ റെയ്നോ, ഓപ്പറേഷൻ ബജ്രംഗ് നോർത്ത് ഈസ്റ്റിൽ, ദെൻ ശ്രീലങ്കയിൽ നടന്ന ഇന്ത്യൻ പീസ് കീപ്പിംഗ് ഫോഴ്സ്, ഇതിലൊക്കെ ടെറിട്ടോറിയൽ ആർമി ഓഫീസേഴ്സ് JCOs മെൻ വളരെ ആക്റ്റീവായി പങ്കെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ അവർക്ക് വളരെ ഓഫീസേഴ്സ് ഇവർക്കൊക്കെ വളരെ ബ്രേവറി അവാർഡ്സും കിട്ടിയിട്ടുണ്ട്. നോ കമ്മിങ് ടു അതുകൊണ്ടാണ് ഇതിന് സെക്കൻഡ് ലൈൻ ഓഫ് ഡിഫൻസ് എന്ന് പറയുന്നത്. നോ ഓർഗനൈസേഷൻ. ആർമി കമാൻഡ് ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ള ലൊക്കേഷൻ ലൈക്ക് പൂനെ, ലക്നൗ, കൽക്കട്ട, ചണ്ഡീഗഡ് ആൻഡ് ഉധംപൂർ, ഇതേ സ്ഥലത്താണ് എല്ലാ കമാൻഡ് ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ കൂടെയാണ് TA ഗ്രൂപ്പ് ഹെഡ് ക്വാർട്ടേഴ്സും ലൊക്കേഷൻ ഉള്ളത്. നോ ക്ലാസിഫിക്കേഷൻ. ബ്രോഡ്ലി ടെറിട്ടോറിയൽ ആർമി രണ്ട് ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. വൺ ഈസ് ഡിപ്പാർട്ട്മെന്റൽ, സെക്കൻഡ് ഈസ് നോൺ ഡിപ്പാർട്ട്മെന്റൽ. ഡിപ്പാർട്ട്മെന്റൽ എന്ന് പറയുന്നത് ലൈക്ക് റെയിൽവേ, എഞ്ചിനീയേഴ്സ്, then General Hospital, then ASC, that is Army Supply Corps, then Signal, basically for looking after the telecom segment, then ONGC and IOC. There are 10 TA battalions to part of departmental TA. Then next is that non-departmental TA battalions. Like in Indian Army, various infantry regiment ഉണ്ട്. അതേപോലെ അവരുടെ കറസ്പോണ്ടിങ് TA battalions ഉണ്ട്. ഫോർ എക്സാമ്പിൾ മദ്രാസ് റെജിമെന്റിന് 2 TA ബറ്റാലിയൻ ഉണ്ട്. ദാറ്റ് ഈസ് 110 TA ബറ്റാലിയൻ അറ്റ് കോയമ്പത്തൂർ, ദെൻ 122 TA ബറ്റാലിയൻ കണ്ണൂർ, പാര റെജിമെന്റിന്റെ ബാംഗ്ലൂർ, ഗോർഖ റെജിമെന്റിന്റെ ഡാർജിലിംഗിൽ, ദെൻ പഞ്ചാബ് റെജിമെന്റിന്റെ കാൽക്ക ഹരിയാനയിൽ, ദെൻ സിഖ് റെജിമെന്റിന്റെ ലുധിയാന പഞ്ചാബ്. ഇങ്ങനെ 43 ഇൻഫൻട്രി TA ബറ്റാലിയൻ ഉണ്ട് ഇൻഫൻട്രി ഫോഴ്സ്. നോ കമ്മിങ് ടു ദി പിന്നെയാണ് ഒരു ഇക്കോ ടാസ്ക് ഫോഴ്സ് ETF. 1980 ഗവൺമെന്റ് ഒരു റെസൊല്യൂഷൻ കൊണ്ടുവന്നിട്ട് 6 ഇക്കോ ടാസ്ക് ഫോഴ്സ്. ക്ലൈമറ്റ് ചേഞ്ചിന്റെ കാരണം എത്ര സഫർ ചെയ്തെന്ന് നിങ്ങൾക്ക് എല്ലാവരും അറിയുന്നതാണ്. ഇത് ഡീഗ്രഡേഷൻ ഓഫ് സർട്ടൻ സ്റ്റേറ്റ്. അപ്പോൾ അതിനെ റെസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഇക്കോ ടാസ്ക് ഫോഴ്സ് ഉണ്ടായിരിക്കുന്നത്. അവരുടെ പ്രധാനപ്പെട്ട ജോലി സ്റ്റേറ്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സഹകരിച്ചിട്ട് അവർക്ക് ഇവിടെ സാപ്ലിംഗ്, അതായത് മരം നട്ട് വളർത്തുക. ഏകദേശം 2.5 കോടിയോളം മരങ്ങൾ 20,000 ഹെക്ടർ ഏരിയയിൽ ഇക്കോ ടാസ്ക് ഫോഴ്സ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ കണ്ട് ഇതിൻ്റെ ട്രൂപ്സ് ബേസിക്കലി എക്സ് സർവീസ് മെൻ ആണ് ആ ഏരിയയിലുള്ള, ആ സ്റ്റേറ്റിലുള്ള. അവർ പോയിട്ട് അവിടുത്തെ സമൂഹത്തിനെ, സൊസൈറ്റിനെ അവർ അവഗതരാക്കുന്നു. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് എഫോറസ്റ്റേഷൻ. ക്ലൈമറ്റ് ചേഞ്ചിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി എഫോറസ്റ്റേഷൻ്റെ വളരെ ആവശ്യം. ഇതിലുള്ള സ്റ്റേറ്റ്സ് ആണ് ഒന്ന് ആസാം, ദെൻ ഈസ് ഉത്തരാഖണ്ഡ്, ദെൻ മഹാരാഷ്ട്ര, ദെൻ പഞ്ചാബ്, ദെൻ രാജസ്ഥാൻ ആൻഡ് ജമ്മു കാശ്മീർ. ഈ സ്റ്റേറ്റിലൊക്കെ ഈ ഫോഴ്സ് ഉണ്ട്. പിന്നെ അതുകൂടാതെ കണ്ട് പുതിയ ഒരു ഗംഗാ നദിയുടെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രയാഗ്രാജിൽ ഇതിനു മുമ്പേ അറിഞ്ഞിരുന്ന അലഹബാദ് എന്ന സ്ഥലത്ത് ഒരു ഇക്കോ ടാസ്ക് ഫോഴ്സ് ഇവിടെ രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ സ്ട്രെങ്ത് 8 ഓഫീസറും 20 JCOസും 500 ജവാന്മാരാണ്. ഈ 500 ജവാന്മാരും എക്സ് സർവീസ്മെനാണ്, റീഎംപ്ലോയിഡ് ആണ്. നമുക്കറിയാം ഹിന്ദുക്കളുടെ മതാചാരപ്രകാരം അച്ഛനമ്മമാരും മരിച്ചാലും അല്ലെങ്കിൽ മുതിർന്നവരും മരിച്ചാലും അവരുടെ വാട്ട് യു കോൾ ദി ഫ്യൂണറൽ ഏൺസ്, ചിതാഭസ്മ കലശം, അത് അവിടെ പുണ്യനദിയിൽ കൊണ്ട് ഒഴുക്കുന്ന ഒരു പ്രധാന ഒരു കർമ്മമാണ്. അതിനു വേണ്ടിയിട്ട് കുറേ പിൽഗ്രിമേജസ് ഇവിടെ വരും. ഇവിടെ പ്രയാഗ്രാജിൽ വരും, ത്രിവേണി സംഘത്തിൽ. അവിടെ വരുമ്പോൾ വേരിയൽ ഏജൻസീസ് ഇതിൽ ഇൻവോൾവ് ആവുന്നത്, ഒന്ന് പ്രീസ്റ്റുമാർ, രണ്ടാമത് ട്രാൻസ്പോർട്ട് ഏജൻസീസ്, മൂന്നാമത് പുഷ്പങ്ങൾ വെക്കുന്ന വെൻഡേഴ്സ്, നാലാമത് പ്രസാദം വെക്കുന്ന വെൻഡേഴ്സ്, ദെൻ ഇവർ താമസിക്കുന്ന സ്ഥലങ്ങൾ, ദെൻ ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ ഇവരൊക്കെ ഈ ഗംഗാ നദി വളരെ ചീത്തയാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇക്കോ ടാസ്ക് ഫോഴ്സ് ഗാഞ്ചസ് ക്ലീൻ ആക്കുന്ന അവരുടെ ഉദ്ദേശം ഒന്ന് ഈ ആൾക്കാർ വരുന്ന ആൾക്കാർക്ക് ഒന്ന് അവയർനെസ് കൊടുക്കുക, രണ്ടാമത് അവർ ഗംഗാ നദി ക്ലീൻ ആവുക. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം വളരെ ഏറെ ഗംഗാ നദി ക്ലീൻ ആയിട്ടുണ്ട്. Once the notification comes in local newspapers or the employment news about the territorial army, that is the time നിങ്ങൾക്ക് ഓൺലൈനിൽ, that is www.jointerritorialarmy.gov.in എന്ന സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണം.
അത് അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മിനിമം ഫീസ് 200 രൂപയാണ്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ കറക്റ്റ് ആണെങ്കിൽ ഇതിൻ്റെ സീക്വൻസ്, അത് കഴിഞ്ഞാൽ സീക്വൻസ് എന്തെന്ന് ചോദിച്ചാൽ ആദ്യമായിട്ട് ആപ്ലിക്കേഷൻ എല്ലാം കറക്റ്റായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ ദെൻ നിങ്ങളെ ഒരു റിട്ടേൺ ടെസ്റ്റിന് വിളിക്കും. റിട്ടേൺ ടെസ്റ്റിൽ ഒരു ഡിഫൈൻഡ് ആയിട്ട് ഒരു പെർസെൻറ്റേജ് സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പിന്നെ ഒരു ഇൻ്റർവ്യൂവിന് വിളിക്കും. അതിനെ PIB എന്ന് പറയും, പ്രിലിം ഇൻ്റർവ്യൂ ബോർഡ്. ഇത് നടക്കുന്നത് എല്ലാ TA ഗ്രൂപ്പ് ഹെഡ്ക്വാർട്ടേഴ്സിലാണ്, അതായത് പൂനെ, ലക്നോ, കൊൽക്കത്ത, ദെൻ ചണ്ഡീഗഡ്, ദെൻ ഉധംപൂർ. ഈ റിട്ടേൺ ടെസ്റ്റ് നടക്കുന്നത് 17 എക്സാം സെൻ്ററിലാണ്, 17 സ്റ്റേറ്റ്. അത് ഇമ്പോർട്ടൻറ്റ് മെട്രോസാണ് അല്ലെങ്കിൽ ബിഗ് സിറ്റീസാണ്. നിങ്ങൾക്ക് അവിടെ എത്താൻ ഒരു പ്രശ്നം ഉണ്ടാവില്ല, വലിയ വലിയ സിറ്റീസിലായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഈ റിട്ടേൺ ടെസ്റ്റ് കഴിഞ്ഞിട്ട് അതിന് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. അത് നെഗറ്റീവ് മാർക്കിംഗ് കൂടാതെ അതിൻ്റെ OMR ആണ്, ഒബ്ജക്റ്റീവാണ്, ഒബ്ജക്റ്റീവ് മാഗ്നറ്റിക് റീഡിംഗ്. ആ സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. അതിൽ ഫിസിക്കൽ മാനുവൽ ഒരു ഇൻവോൾവ്മെൻറ്റും ഇല്ല. അത് കഴിഞ്ഞിട്ട് നൗ കമ്മിങ് ടു ദ എക്സാം. ഈ ഇൻ്റർവ്യൂവിൽ നിങ്ങളുടെ സ്യൂട്ടബിൾ ആണെങ്കിൽ ആ പ്രിലിം ഇൻ്റർവ്യൂ ബോർഡ് റെസ്പെക്റ്റീവ് ഗ്രൂപ്പ് ഹെഡ്ക്വാർട്ടേഴ്സ് നിങ്ങളെ സർവീസ് സെലക്ഷൻ ബോർഡിന് അയക്കും. സർവീസ് സെലക്ഷൻ ബോർഡ് നിങ്ങൾ ക്ലിയർ ആവുകയാണ്, ദെൻ മെഡിക്കൽ ടെസ്റ്റ് റെസ്പെക്റ്റീവ് മിലിറ്ററി ഹോസ്പിറ്റൽ വെച്ച് നടക്കും. അത് കഴിഞ്ഞിട്ട് നിങ്ങളെ കമ്മീഷന് വേണ്ടി വിളിക്കും. അപ്പോൾ ഈ എക്സാം നടക്കുന്ന ഇത് ടൈപ്സ് ഓഫ് പേപ്പേഴ്സ് 2 സെഗ്മെൻ്റ് ഉണ്ട്. ഒന്ന് പേപ്പർ 1, പാർട്ട് 1, പാർട്ട് 2. പാർട്ട് 1-ൽ 2 പേപ്പറാണ്. പാർട്ട് 1 ഒന്ന് റീസണിങ് എബിലിറ്റി ടെസ്റ്റ്. അതിൽ 50 ചോദ്യങ്ങളുണ്ടാവും, ഓരോ ചോദ്യത്തിനും ഓരോ മാർക്ക്, അപ്പോൾ 50 മാർക്കായി. രണ്ടാമതാണ് എലിമെൻ്ററി മാത്സ്. ഇത് 10ാം ക്ലാസ്സിലെ സ്റ്റാൻഡേർഡ്. വടക്കേ ഇതിലെ മെട്രിക് എന്ന് പറയും, നമ്മുടെ നാട്ടിൽ SSLC എന്ന് പറയും, SSLCയിലെ സ്റ്റാൻഡേർഡാണ്. അതിന് 50 ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഓരോ ക്വസ്റ്റിനും ഓരോരോ മാർക്ക്, 50 മാർക്സ്. സോ ഓക്കെ, 2 മണിക്കൂർ സമയം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ പാർട്ട് 1 പേപ്പറിൽ 2 റീസണിങ് എബിലിറ്റി ആൻഡ് എലിമെൻ്ററി മാത്സ്, 50 മാർക്ക് 50 മാർക്ക്, ടോട്ടൽ 100 മാർക്ക്, 2 മണിക്കൂർ. അത് കഴിഞ്ഞിട്ട് പാർട്ട് 2 പേപ്പർ, അതിൽ GK ജനറൽ നോളേജ് 50 ക്വസ്റ്റ്യൻ 50 മാർക്ക്. അതുകൂടാണ്ട് ഇംഗ്ലീഷ് 50 ക്വസ്റ്റ്യൻ 50 മാർക്ക്, ടോട്ടൽ 100 മാർക്ക്, 2 മണിക്കൂർ. സോ 2 സെഗ്മെൻറ്റ് 4 മണിക്കൂർ നിങ്ങൾ ചെയ്യണം. അപ്പോൾ ടോട്ടൽ മാർക്സ് എത്രയായി? 200 മാർക്ക്. 50 × 4 200 മാർക്ക്. അപ്പോൾ മിനിമം സ്കോറിംഗ് ഈച്ച് പേപ്പറിൽ നിങ്ങൾക്ക് 40%, അതായത് 20 മാർക്ക് ഈച്ച്. അപ്പോൾ 4 പേപ്പറിലും കൂടി 80 മാർക്കായി. പക്ഷേ ഇതിൻ്റെ റിക്വയർമെൻറ്റ് 4 പേപ്പറിലും കൂടി അഗ്രിഗേറ്റ് നിങ്ങൾക്ക് 50%. അതായത് 200 മാർക്കിൽ നിങ്ങൾക്ക് 100 മാർക്ക് കിട്ടി, എന്നാലേ നിങ്ങളെ പ്രിലിമിനറി ഇൻ്റർവ്യൂ ബോർഡിനെ വിളിക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് നോ സിലബസ്. മാത്തമാറ്റിക്സിന് സിലബസ് മെട്രിക് ലെവൽ ഞാൻ പറഞ്ഞു. അതായത് ഒന്ന് പിന്നെ അരിത്തമാറ്റിക്സ്, യൂണിറ്ററി മെത്തേഡ്, ദെൻ എലിമെൻ്ററി നമ്പർ തിയറി, ദെൻ ദ ആൾജിബ്ര, ട്രിഗണോമെട്രി, ദെൻ ജിയോമെട്രി, മെൻസുറേഷൻ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇതാണ് എലിമെൻ്ററി മാത്സിൻ്റെ തിയറി. അതുകൂടാണ്ട് ജനറൽ നോളേജിന് കറണ്ട് അഫയേഴ്സ് ഉണ്ട്, ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട്, ദെൻ ജിയോഗ്രാഫി ഉണ്ട്. മാത്തമാറ്റിക്സ് മാത്രം, എലിമെൻ്ററി മാത്തമാറ്റിക്സ് മാത്രം 10th സ്റ്റാൻഡേർഡ്. ബാക്കിയുള്ളതൊക്കെ നിങ്ങളുടെ ഗ്രാജുവേഷൻ ലെവലാണ്, ബിക്കോസ് നിങ്ങൾ ഗ്രാജുവേറ്റ് ആണല്ലോ. ദെൻ ഇംഗ്ലീഷ് പേപ്പറിന് ഒന്ന് വേർഡ്സ്, ഗ്രാമർ, then vocabulary, then synonyms and antonyms, then paragraph jumbling, then error spotting, then jumbling of sentences, then fill in the blanks. ഇതൊക്കെയാണ് ഇംഗ്ലീഷ് നടക്കുന്നത്. റീസണിങ് എബിലിറ്റി ദർ ഇസ് നോ സിലബസ് ആസ് സച്ച്. നിങ്ങൾക്ക് ഈ സർവീസ് സെലക്ഷൻ ബോർഡിൻ്റെ ബുക്ക് കിട്ടും, അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ കോമ്പറ്റീഷൻ സക്സസ് റിവ്യൂലും കിട്ടും. എംബോഡിമെൻറ്റ് ട്രെയിനിങ്. അപ്പോൾ നിങ്ങൾ റിട്ടേൺ ടെസ്റ്റിൽ പാസ്സായി, PIBയിൽ പാസ്സായി, SSBയിൽ ക്ലിയർ ആയി, മെഡിക്കൽ ടെസ്റ്റിൽ ക്ലിയർ ആയാൽ ദെൻ മെറിറ്റിനനുസരിച്ച് നിങ്ങളുടെ കമ്മീഷന് വേണ്ടി വിളിക്കും. അതിന് നിങ്ങൾക്ക് അതിൻ്റെ എംബോഡിമെൻറ്റ് ട്രെയിനിങ് എന്ന് പറയും. അത് മിനിമം ആദ്യത്തെ വർഷം 1 മാസത്തെ ട്രെയിനിങ്. അതുകൂടാണ്ട് എല്ലാ വർഷവും 2 മാസത്തെ കമ്പൽസറി ആണ്. ഇത് ആദ്യത്തെ വർഷത്തിനും കൂടാതെ. അപ്പോൾ ആദ്യത്തെ വർഷത്തെ 1 മാസത്തിന് കൂടാതെ കണ്ട ഈ 2 മാസം ചെയ്യണം. പിന്നെ 2 വർഷത്തിനുള്ളിൽ, ആദ്യത്തെ 2 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് 3 മാസം പോസ്റ്റ് കമ്മീഷൻ ട്രെയിനിങ് ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി ഡെറാഡൂണിൽ ചെയ്യണം. ടേംസ് ആൻഡ് കണ്ടീഷൻസ്. ഇതൊരു പാർട്ട് ടൈം ജോബാണ്, അതായത് മിനിമം 1 മാസത്തിൽ നിങ്ങൾക്ക് 2 മാസം ചെയ്യണം. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് ഡുവൽ ജോബ്. നിങ്ങൾക്ക് ഇവിടെയും ചെയ്യാം, ബാക്കി 10 മാസത്തിൽ നിങ്ങൾക്ക് പ്രൈവറ്റ് ജോബ് അല്ലെങ്കിൽ ഗവൺമെൻറ് ജോബ് ഏതാ നിങ്ങൾ ചെയ്യുന്നത് അത് കണ്ടിന്യൂ ചെയ്യാം. രണ്ടാമത് പെൻഷൻ ഡിപ്പെൻഡേയും സർവീസ് എംബോഡീഡ് സർവീസിൻ്റെ നിബന്ധന പ്രകാരം, അതായത് നിങ്ങൾ പെൻഷനബിൾ സർവീസ് 2 മാസത്തിൽ കൂടുതൽ ഇവിടെ ചെയ്യുന്നുണ്ടെങ്കിൽ റിട്ടയർമെൻറ്റിനാകുമ്പോഴേക്ക് നിങ്ങൾ പെൻഷനബിൾ സർവീസ് എലിജിബിലിറ്റി ആണെങ്കിൽ നിങ്ങൾക്ക് പെൻഷൻ കിട്ടും. പിന്നെ ഇതിൽ കമ്മീഷനാവുന്നത് ലെഫ്റ്റനൻ്റ് എന്ന റാങ്കിലാണ്.
അതുകൊണ്ട് ലെഫ്റ്റനൻറ്റിൻ്റെ സാലറിയും റെഗുലർ ലെഫ്റ്റനൻറ്റിൻ്റെ അതുപോലെ തന്നെ. പിന്നെ ലെഫ്റ്റനൻറ്റ് കേണൽ വരെ നിങ്ങൾക്ക് ടൈം ബേസ്ഡ് ആണ്. അത് കഴിഞ്ഞിട്ട് കേണൽസും ബ്രിഗേഡിലും നിങ്ങൾക്ക് സെലക്ഷൻ ബേസ്, അതായത് നിങ്ങളുടെ പെർഫോമൻസ് ത്രൂ ഔട്ട് സർവീസിൽ അതുവരെയുള്ള പെർഫോമൻസ് അനുസരിച്ചിട്ടായിരിക്കും. പിന്നെ നിങ്ങൾ യുദ്ധത്തിൻ്റെ ആവശ്യം വരുവാണെങ്കിൽ നിങ്ങൾ ചിലപ്പം പോകേണ്ടി വരും. നിങ്ങൾക്ക് റെഗുലർ ഫോഴ്സസിൽ സപ്പോസ് 27 വയസ്സ് വരെ ഓഫീസറാകാൻ സാധിച്ചില്ല, ആൻഡ് ഇഫ് യു ആർ സ്റ്റിൽ desirous to join, persisting to be an army officer along with your private government job, here is a wonderful, ഇതൊരു നല്ല ഓപ്ഷനാണ്. 42 വയസ്സ് വരെ നിങ്ങൾ കല്യാണം കഴിച്ചാലും കുട്ടികളുണ്ടായാലും നിങ്ങൾക്ക് ഇത് ചെയ്യാം. അതുകൊണ്ട് ഈ സുവർണാവസരം നിങ്ങളെല്ലാവരും ഉപയോഗിക്കണം. അതുകൊണ്ട് ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ആൻഡ് ഇത് കേട്ടിട്ട് നിങ്ങൾ എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സോട് ഷെയറും ചെയ്യണം. താങ്ക് യു വെരി മച്ച്. ജയ് ഹിന്ദ്.